ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ്. ഇവിടെ ആരവം പുഷ്പഫല പ്രദർശനം നടക്കുന്നുണ്ട്. അത് കാണാനായിട്ടാണ് വന്നത്. കോളേജിൻ്റെ ഫ്രണ്ടാണ്, ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഞാൻ കാൽനടയായിട്ടാണ് അകത്തേക്ക് കയറുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ബസ്സിൽ 33 രൂപ പോയിൻ്റ്, 1 മണിക്കൂർ യാത്ര കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പുഷ്പോത്സവം ഇങ്ങനെയുള്ള സൗകര്യമുണ്ട്. ഇടത് സൈഡിൽ ബൈക്കൊക്കെ ഇരിക്കുന്നു, വലത് സൈഡിൽ കോമ്പൗണ്ടിൽ വണ്ടികളെല്ലാം കിടക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ആളുകളൊക്കെ നടന്ന് പോകുന്നുണ്ട്. കോളേജിനകത്തേക്കുള്ള വഴി സെക്യൂരിറ്റി വണ്ടി കാറൊന്നും അകത്തേക്ക് ഇന്ന് അവധിയായതുകൊണ്ട് അകത്തേക്ക് കടത്തി വിടുന്നില്ല. കുട്ടികളെല്ലാവരും അങ്ങ് ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ആളുകളും കാറിലൊക്കെ വന്ന് ഈ സ്ഥലം തിരക്കി കാണാനായിട്ട് പോവുകയാണ്. കുറേ അങ്ങ് ദൂരം നടക്കണമെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങ് ഒരു കടകൾ പോലും ഇല്ല. സൺഡേ ആയതുകൊണ്ട് അടച്ചിരിക്കുകയാണ്. ഞാൻ കോളേജ് കോമ്പൗണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനും മോനും കൂടെ വന്നത്. ഞാനിവിടെ ഇറങ്ങി, അവനൊരു എക്സാം ഉണ്ട്, അങ്ങനെ അതിന് പോയി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നടന്ന് ഇതൊക്കെ കണ്ട് തീരുമ്പോഴത്തേന് എക്സാമും കഴിയും. അങ്ങനെ വന്നതാണ്. നടന്ന് കോളേജ് കോമ്പൗണ്ടിലൂടെ പോവുകയാണ്. ഈ കോളേജ് ബോട്ടണി അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നാണ് ഈ പരിപാടി, ഈ പുഷ്പഫല പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളേജൊക്കെ അടിപൊളിയാണ്. മേളിലൊരു ഫിറ്റ്നസ് ക്ലബ്ബൊക്കെ ഉണ്ട്. ഈ തണലത്ത് കൂടി ഞാൻ നടക്കുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഞാനൊരു സ്ഥലം തേടി നടന്നു, പക്ഷേ എല്ലായിടും അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങ് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കോളേജ് കോമ്പൗണ്ടിൽ കൃഷിക്ക് വേണ്ടിയുള്ള തെങ്ങും തൈയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നു. മുരിങ്ങ എല്ലാം നട്ട് വളർത്തി ഇരിക്കുന്നു. കോമ്പൗണ്ടിനകത്ത് നല്ല ചെടികളും വളർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ക്യാമ്പസ്. SM കോളേജിനകത്തേക്കൊക്കെ കൊല്ലത്ത് കോളേജിൽ കയറുമ്പോൾ തോന്നുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇതുവഴി നടന്നു വന്നപ്പോൾ തോന്നിയത്. കണ്ടാ കൂട്ടുകാർ, എല്ലാവരെയും സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പുഷ്പം കാണാനായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബാക്കി അങ്ങ് ചെന്നിട്ട് പറയാം. ഞാൻ ക്യാമ്പസിലൂടെ ഇങ്ങനെ മെല്ലെ നടന്നു പോവുകയാണ്. കൂട്ടുകാർക്കെല്ലാം കോളേജ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഏകാന്തമായ യാത്ര. ഞാൻ എപ്പോഴും ഏകാന്തയായിട്ടാണ് ജീവിക്കുന്നത്. എനിക്കുള്ള മാത്രം ഒരാൾ. ശരി. എത്ര ദിവസം കൂടെ ഉണ്ട്? അത് ശരി. ഇത് എങ്ങനെയാ സംഘടിപ്പിച്ചതാ? ഞാനാ കർഷകൻ. അത് ശരി. ഞങ്ങള് നമ്മുടെ കൃഷിത്തോട്ടം പബ്ലിക്കിന് കാണിക്കാൻ വേണ്ടി ചെയ്തതാ. അത് ശരി. ഞാനിത് കണ്ട് യൂട്യൂബിലല്ല, അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വന്നതാ. ശരി. ഞാൻ കൊല്ലത്തുനിന്ന്. ശരി. ഫ്രൂട്ടി ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്നാക്സൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ആരവൻ 2025 ബോർഡ് വെച്ച് മാവേലിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ അകത്തേക്ക് കടക്കുകയാണ്. അടിപൊളി പലതരത്തിലുള്ള പൂക്കൾ പല സെറ്റായിട്ട് ദാണ്ട കണ്ട കൂട്ടുകാരെ. ഇതാ ജമന്തി, ചീരകൾ, പച്ചമുളക്. സുജിത്ത് എന്ന് പറയുന്ന കർഷകൻ്റെ നേതൃത്വത്തിലാണ് ഈ പുഷ്പഫലമേള ഇവിടെ സംഘടിപ്പിച്ചത്. ഇദ്ദേഹമാണ് എൻട്രൻസിൽ ആദ്യമേ കണ്ടതാണ്. ടിക്കറ്റ് തന്നത് ഇദ്ദേഹമാണ്. പൂഴി മണലിലും പൊന്നു വിളയും എന്ന് തെളിയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പൂക്കളും പച്ചക്കറികളും എല്ലാം നട്ട്
അത് നമുക്ക് വാങ്ങിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അകത്ത് നടന്ന് ഇവിടെ എല്ലാം കാണുകയാണ്. നല്ല പൊരി വെയിലാണ്. ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്നും ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റി പച്ചമുളകിൻ്റെ ഒരു ശേഖരമാണ് ആദ്യം കാണുന്നത്. വെറൈറ്റി പച്ചമുളകുകളാണ് ഈ കാണുന്നത്. ഒന്നല്ല 1000 പച്ചമുളകുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്തും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കൂട്ടമുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം വെറൈറ്റി പച്ചമുളകുണ്ടെന്ന് നോക്കിയാണ്. പൂഴി മണലാണ് ഇവിടെ നിറയെ. ഈ പൂഴി മണലിലാണ് ഇത്രയും നട്ട് വളർത്തിയിരിക്കുന്നത്. അതിശയമായ ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റാത്തത്. എന്തോരം നല്ല ചുമന്ന് തുടുത്ത് സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയാണ് ഈ പച്ചമുളക്. ഏതെല്ലാം ഇത് മലക്കറി മുളകൊന്നുമല്ല, വേറെ മുളക്. എത്ര ഐറ്റം ഉണ്ടെന്ന് കണ്ട. ഇതെല്ലാം പച്ചമുളകിൻ്റെ സ്ഥലമാണിത് മൊത്തം. ഇങ്ങനെ തട്ടായിട്ട് തിരിച്ചാണ് ഈ നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്നതെല്ലാം ബന്ദിപ്പൂക്കളാണ്. ഒരു രക്ഷയില്ല. ഒരു വെയിലായതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോസ് എങ്ങനെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങ് ദൂരെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തോരം ആളുകൾ വരുന്നുണ്ടെന്ന് നോക്കിയാണ്. ജമന്തി മഞ്ഞയുണ്ട്, വേണ്ട ഡാർക്ക് മഞ്ഞ, ഈ കളറുകളെല്ലാം ഉണ്ട്. അങ്ങ് ദൂരെയായിട്ടെല്ലാം നിന്നങ്ങ് ഫോട്ടോസ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ എത്ര കണ്ടാലും മതി വരത്തില്ല. സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി പൂക്കളെ വെല്ലുന്ന അത്രയും പൂക്കളാണ് ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോസ് എടുക്കുകയാണ്. കണ്ടോ, ഇതാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ആരവം 2025 പുഷ്പഫല പ്രദർശനം. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പൂക്കളാണുള്ളത്. എന്ത് രസമാണ്. പൂഴി മണലിൽ ഇത് എങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങ് ഇഷ്ടം പോലെ ദൂരത്തങ്ങ് നട്ട് വളർത്തിയിട്ടിരിക്കുകയാണ്. ആഹാ, സൂപ്പർ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അതുകൊണ്ട് മൈക്കിൽ കൂടെ ഒക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങ് ദൂരെയായിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇവിടെ ആടിപ്പാടി രസിക്കാം. ഞാനെന്ന് പറയുന്ന കുട്ടി ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഊഞ്ഞാലാടും. ജന്മാഷ്ടമി ആഘോഷിക്കുന്നു. പ്രസ്തുത പരിപാടികളുടെ വിജയത്തിനായി താങ്കളുടെ സഹായ സഹകരണങ്ങളും. ഇത് വേറൊരു നിറത്തിലെ ബന്ദിപ്പൂവാണ്. ബന്ദിയുടെ ഒരു മേളയാണ് ഈ നടക്കുന്നത് മൊത്തം. സെപ്റ്റംബർ 14 ഞായറാഴ്ച. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ. അങ്ങനെ പുഷ്പഫല ഉത്സവം കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അവിടെ എല്ലാ കൂട്ടുകാരും ഫാമിലി ആയിട്ട് വന്ന് വീഡിയോസും റീൽസും ഒക്കെ ഇടുന്നുണ്ട്. ഇന്ന് നല്ല ബഞ്ചസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഫ്ലവേഴ്സ്. നല്ല സൂര്യകാന്തി പൂക്കളെല്ലാം നിൽക്കുകയാണ്. നമ്മുടെ ഒരു തോളിക്ക് 1-2 മാത്രമേ ഉള്ളൂ. ഇവിടെ സൂര്യകാന്തിയാണ്. അതെല്ലാം ഉണങ്ങി അതിന്റെ സൂര്യകാന്തി പൂവിന്റെ വിത്തിന്റെ ഭാഗത്തിലായിട്ട് നിൽക്കുന്നു. കുറച്ച് ഇടയ്ക്കൊക്കെ നല്ല പൂക്കളൊക്കെ. അതുകൊണ്ട് എല്ലാവരും ദൂരോട്ടൊക്കെ നിൽക്കുകയാണ്. സൂര്യകാന്തി ഫ്ലവേഴ്സ് ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഉണങ്ങി. ഓരോ സൂര്യകാന്തി പൂക്കളെല്ലാം ഉണങ്ങിയെങ്കിലും ഓരോ നമുക്ക് ഇങ്ങനെ വളർത്തിയിരിക്കുക. അതിന്റെ എല്ലാം വിഷമം മാറും. ജമന്തി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂക്കൾ പറിക്കരുതെന്ന്. പൂക്കളൊന്നും പറിക്കരുത്. ജമന്തി എല്ലാം ഉണങ്ങി. ചിലവരൊക്കെ അതിന്റെ വിത്തും എല്ലാം
ഒളിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങിങ്ങായിട്ട് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു. ബാക്കിയെല്ലാം ഉണങ്ങി. സൂര്യകാന്തി നിന്നതിൻ്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു ഫോട്ടോയും എടുത്തു. ഇതാണ് വാടാമല്ലി ഒരു രക്ഷയുമില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ തിങ്ങി അങ്ങ് നിൽക്കുകയാണ് ഇഷ്ടം പോലെ. അവിടെ അങ്ങ് ഇരിക്കാനാണ് തോന്നിയത്. നട്ടുച്ചയ്ക്ക് ഇത്രയും ചൂടുമായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തങ്ങ് മാറി. അതിൻ്റെ ഇപ്പുറത്ത് വെള്ള വാടാമല്ലിയാണെന്ന് തോന്നുന്നു. വാടാമല്ലി പോലെ തന്നെ കാണുന്നു. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറെ ഒരു വെറൈറ്റി പൂവ് നിൽക്കുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കോഴിവാലിൻ്റെ കണക്ക് ഇരിക്കുന്നു. അതല്ല പക്ഷേ പൂവ്. അതുകൊണ്ട് ഇതാണ് ആ ചെടി. നല്ല പ്രത്യേക ഒരു പൂവ്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ. ഇനി ഇതല്ല കാണാൻ പോകുന്ന പൂരം പറയണ്ടല്ലോ. ഇനി അടുത്ത പച്ചക്കറിയാണ്. അത് ഭയങ്കരമായിട്ട് ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സൈഡിലായിട്ട് അങ്ങ് അവിടെ ഒരു കുട പോലെ വെച്ചിട്ട് അവിടെ എന്തോ ആളുകളെല്ലാം കൂടി നിൽക്കുന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത്. നമുക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. ദാണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സജീവ് എന്ന് പറഞ്ഞ വ്യക്തി കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആ ഫാമിലിയെ പറ്റിയും ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അവിടെ ബോർഡിൽ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ എന്താ ചോളം പിടിച്ച് നിൽക്കുന്നു, ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ചോളത്തോട്ടമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഊഞ്ഞാലിട്ടിരിക്കുന്നു. കുട്ടികളെല്ലാം അവിടെ ആടിപ്പാടി തിമർക്കുന്നു. പക്ഷേ ദാണ്ട ഇത് കണ്ട പാവയ്ക്ക, ഞാൻ പച്ചക്കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പല തരത്തിലുള്ള പാവയ്ക്കയുണ്ട്. നീളം പാവയ്ക്ക, ചെറിയ പാവയ്ക്ക, പിന്നെ അത് കഴിഞ്ഞിട്ട് മത്തൻ, കുമ്പളം, പിന്നെ പീച്ചിങ്ങ, ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം പടർത്തി വിട്ടിരിക്കുന്നു. കണ്ട പാവൽ, ഇത് പടവലം, നീളമുള്ള പാവയ്ക്ക, പടവലം എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. ചേർത്തങ്ങ് നട്ടിരിക്കുകയാണ്. ഇവയങ്ങ് പടർന്ന് വളർന്നോളും. ദാണ്ട പടവലം കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് ഒരെണ്ണം വേണമെന്നുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. അവിടെ വേറെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പീച്ചിങ്ങയാണ്, ഇഷ്ടം പോലെ നിൽക്കുന്നു. കണ്ട മത്തങ്ങ, നമ്മൾ ഒരെണ്ണം നട്ടാൽ ഒന്നും പിടിക്കത്തില്ല. ഇതെന്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വേലി പോലെ കെട്ടിയാണ് ഇതെല്ലാം പടർത്തി വിട്ടിരിക്കുന്നത്. സൂപ്പറാണ് ഇത് കാണുന്നത്. ഇത് ഏക്കർ കണക്കിന് കിടക്കുകയാണ്. ഇത് പോകുന്നത് കാണാനായിട്ട് രാവിലെ എങ്ങണം പോകണം, അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ്ങിലേ പോകാവൂ, അല്ലെങ്കിൽ പൊരിഞ്ഞു പോവും, കരിഞ്ഞു പോവും. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ജ്യൂസ്, കുറച്ച് പിള്ളേർ ഇത് പിന്നെ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡ് പോലെ അതും, പിന്നെ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, മാംഗോ ജ്യൂസ്. ഇത് കണ്ട് എനിക്ക് ഒരു വെള്ളവും ഒന്നും ഞാൻ കുടിച്ചില്ല, ഫുഡും കിട്ടിയില്ല. അത് കാരണം ഞാൻ അവിടെ നിന്ന് 2 ജ്യൂസ് കുടിച്ച് ഇട്ടാണ് പോരുന്നത്. അപ്പോഴേക്കും എനിക്ക് ഇത്തിരി നല്ലൊരു ആശ്വാസം കിട്ടി. നല്ല ജ്യൂസായിരുന്നു. വേറെ ഒന്നുമില്ല. അവിടെ ഒക്കെ കടകൾ പോലുമില്ല പുറത്ത്, കോളേജിൻ്റെ പുറത്തൊന്നും. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എങ്ങും തുറന്നിട്ടില്ല. അങ്ങനെ ഞാൻ പടവലവും ഇതാണ് കൂടുതൽ സമയം നിന്ന് കണ്ടത്. ഇതിങ്ങനെ പടർത്തി, മത്തങ്ങയാണ്, വലിയ മത്തങ്ങ, നീണ്ട പാകാണ്ട്. ഇത് പടവലം, വലിയ പടവലം. ഇതെല്ലാം ഇങ്ങനെ വളർത്തി ഇത്രയും നല്ല ജോലിയുള്ള വ്യക്തി കൃഷിയിലേക്ക് ഇറങ്ങി ഇത്രയും വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇത് കോളേജിൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ പൂഴിമണലിലാണ് ഇത് മൊത്തവും നട്ടിരിക്കുന്നത്. ഭയങ്കര കർഷകശ്രീ അവാർഡൊക്കെ കിട്ടി ഈ വ്യക്തിക്ക്. അത്രയ്ക്ക് പല സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് ഇങ്ങനെ വസ്തുക്കളെടുത്ത് ചെയ്ത് വൻ വിജയമാക്കിയ ഒരു മഹാനാണ്. ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, അതാണ് സജീവ് എന്ന് പറഞ്ഞ വ്യക്തി. ഫാമിലിയായിട്ട് ഇതിനങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് കൃഷിക്ക്. വൻ വിജയമായി. കോളേജ് ക്യാമ്പസിനകത്തൂടെയാണ് ഈ പുറത്ത് ഈ പ്രോപ്പർട്ടിയിലെത്തുന്നത്. ഇവിടെയും ആ ഊഞ്ഞാലിട്ടിരിക്കുന്ന ഭാഗത്തും ഒരുപാട് പൂക്കൾ നട്ടിട്ടുണ്ട്. പൂക്കളും കണ്ട് ജ്യൂസും കുടിച്ച് അങ്ങനെ ഉല്ലസിച്ചിരിക്കാം. ഇത് കണ്ട മത്തങ്ങ, എന്തൊരു രസം അത് കാണാനായിട്ട്, മത്തങ്ങ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.